പോകാൻ. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ വണ്ടിയിൽ കുറച്ച് പെട്രോളൊക്കെ അടിക്കണം. അപ്പോൾ നമ്മളിതുവരെ ഫാമിലിയിൽ പോയിട്ടില്ലായിരുന്നു. അപ്പോൾ ഫാമിലിയിലോട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഉദ്ഘാടനത്തിന് മുമ്പ് ഇവർ വീട്ടിൽ കൂടെയൊക്കെ കയറിയിട്ട് നമുക്ക് ടർക്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ അന്ന് ഞാൻ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ വരാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ വാപ്പയ്ക്ക് വേണ്ടി ഒരു മുണ്ടും ഷർട്ടുമാണ്. കയറിയപ്പോൾ തന്നെ വാപ്പ അത് നോക്കി തുടങ്ങി. ഉമ്മക്ക് വേണ്ടി ഒരു സാരിയും. അവിടെയുള്ള സാരി എല്ലാം ഉമ്മച്ച് വലിച്ചിടാൻ തുടങ്ങി. എല്ലാം വലിച്ചിട്ടതിന് ശേഷം ആദ്യം കണ്ടത് എടുത്തു. പിന്നെ അടുത്തത് ഇഫിക്കും സോയ്ക്കും ഡ്രസ്സ് എടുക്കാനുള്ളതാണ്. സോയ്ക്ക് സൈസ് നോക്കാൻ വേണ്ടി ഒരു ഡ്രസ്സ് ഇട്ട് നോക്കി. പിന്നെ അവളത് അയക്കാത്തത് കൊണ്ട് തന്നെ ലാസ്റ്റ് അതന്നെ എടുക്കേണ്ടി വന്നു. സെലക്ഷന്റെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവർക്കും പറ്റിയ നല്ല കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഇത്രയും പേർക്ക് എടുക്കാൻ വേണ്ടി വലിയ സമയമൊന്നും എടുത്തില്ല. ഇനിയാണ് കഥ ആരംഭിക്കുന്നത്. എല്ലാ സെക്ഷനിലും പോയിട്ട് ഓരോ ഡ്രസ്സ് ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. ആദ്യമൊക്കെ ഡ്രസ്സ് നല്ലതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് തന്നെ ഞാൻ കാര്യം പറഞ്ഞിരുന്നു. ആ സത്യസന്ധത എനിക്ക് തന്നെ പാരയായി തുടങ്ങി. പിന്നെ കാണിച്ചതും കാണിക്കാത്ത എല്ലാം ഞാൻ അടിപൊളിയാന്ന് പറഞ്ഞു തുടങ്ങി. ഗേൾസിന് വേണ്ടി ഒരുപാട് കളക്ഷൻ തന്നെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറയുന്നത് ഓഫീസിലാണ് ഡ്രസ്സ് എടുക്കാൻ ഏറ്റവും നല്ലത്. കാരണം കളക്ഷനും നന്നായിട്ടുണ്ടാവും, റേറ്റും കുറവായിരിക്കും. ഈ പെരുന്നാൾ സമയത്തൊക്കെ ഡ്രസ്സ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ റേറ്റും കൂടുതലായിരിക്കും, കളക്ഷനും കുറവായിരിക്കും. മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ ഡ്രസ്സും കാര്യങ്ങളും എടുത്തു കഴിഞ്ഞപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ സ്റ്റാഫും അവരുടെ സംസാര രീതിയുമാണ്. അപ്പോൾ ഡ്രസ്സിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു ബാഗും കുറച്ച് ഗ്ലാസ്സൊക്കെ അവർ ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. സത്യത്തിൽ എനിക്ക് ഇവിടെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഫാമിലി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നതെന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ